Look at the cross. They pierced his side, and blood and water flowed forth. The world said it was a defeat, but I'm telling you today, that was the hour of your redemption. Out of that new Adam flowed the very life of the church, the water that washes, the blood that saves. Calvary and the upper room are one great mystery. That perfect sacrifice is brought into this very moment. He said, "This is my body, this is my blood," and he offers it to you right now. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ദിവ്യകാരുണ്യ വിമോചന യാത്രയുടെ 16-ാമത്തെ ദിവസത്തിലേക്ക് കടക്കാൻ നല്ല ദൈവം നമുക്ക് ആരോഗ്യവും ആയുസ്സും അവസരവും തരുന്ന അവിടുത്തെ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. നിങ്ങളെല്ലാവരും ഈ യാത്രയിൽ കൂടെ വരുന്നതിന് ഞാൻ നന്ദി പറയുന്നു. തീക്ഷ്ണതയോടുകൂടി മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളിന്ന് കാണുന്നത് സോളമൻ അർപ്പിച്ച ബലിയെ പഴയ നിയമം വിവരിക്കുന്ന 2 ഭാഗങ്ങൾ നമ്മളിന്ന് കാണാനായിട്ട് ശ്രമിക്കുകയാണ്. സോളമന് 2 പ്രാവശ്യമാണ് ബലിയർപ്പിക്കുന്നത്. ഒന്നാമത്തേത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിലാണ് സോളമൻ്റെ ആദ്യത്തെ ബലിയെക്കുറിച്ച് പറയുന്നത്. 1 രാജാക്കന്മാർ അധ്യായം 3 വാക്യം 4. ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബയോനിലേക്ക് പോയി. ഗിബയോൻ ജെറുസലേമിൽ നിന്ന് ഏതാണ്ട് വടക്ക് പടിഞ്ഞാറായി 6 കിലോമീറ്റർ അകലെ ഉണ്ടായിരുന്ന ഒരു ഹിൽ ടൗണാണ്. ഒരു മലമുകളിൽ സ്ഥിതി ചെയ്ത പട്ടണമാണ് ഗിബയോൻ. ഇത് ജെറുസലേമിന് അടുത്താണ്. എന്താണ് ഗിബയോൻ്റെ ബൈബിളിലെ പ്രാധാന്യം? ബലിയർപ്പിക്കാൻ എന്തുകൊണ്ടാണ് ഗിബയോനിലേക്ക് പോയതെന്ന് ചോദിച്ചാൽ, നമ്മൾ സാമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ കാണുന്നുണ്ട്, ഫിലിസ്ത്യർ വന്ന് വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ടുപോയി. വാഗ്ദാന പേടകം ഫിലിസ്ത്യർ അപഹരിച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് ഷീലോയിലുള്ള ആരാധനാലയം ഇല്ലാതായി എന്ന് ജെറമിയായുടെ പുസ്തകം 7-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഷീലോയിലെ ആരാധനാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ വാഗ്ദാന പേടകം പിന്നീട് പല സ്ഥലങ്ങളിൽ മാറി മാറി സഞ്ചരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന സമാഗമ കൂടാരവും അതുപോലെ തന്നെ ബലിപീഠവുമെല്ലാം എടുത്ത് അവർ കൊണ്ടുപോയി വെച്ച ആ സ്ഥലമാണ് ഗിബയോൻ. അതുകൊണ്ട് ബലിയർപ്പിക്കാൻ ദാവീദോ സോളമനോ ഒക്കെ ആഗ്രഹിക്കുമ്പോൾ അവർ പൊയ്ക്കൊണ്ടിരുന്നത് ഗിബയോനിലേക്കാണ്. കാരണം അവിടെയാണ് മോശ മരുഭൂമിയിൽ വെച്ച് സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് ദൈവം പറഞ്ഞ പ്രകാരം നിർമ്മിച്ച ബലിപീഠം ഗിബയോനിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബയോനിലേക്ക് പോയി. ഇവിടെ നമ്മൾ കാണുന്ന 2-ാമത്തെ ആശയം, അവിടെ രാജാവ് 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോളമൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പുണ്യം, അദ്ദേഹം ദൈവകാര്യങ്ങളിൽ വളരെ എക്സ്ട്രാവഗൻ്റായിരുന്നു. ധാരാളിത്തം, ഒരു ലുബ്ധില്ലാതെ ആത്മീയ കാര്യങ്ങളിൽ വ്യാപരിച്ചിരുന്ന ആളാണ് തുടക്കത്തിൽ സോളമൻ. പിന്നീട് കാലാന്തരത്തിൽ അദ്ദേഹം അതിൽ നിന്നെല്ലാം മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ രാജകീയ ശുശ്രൂഷയുടെ തുടക്കത്തിൽ അദ്ദേഹം ദൈവകാര്യങ്ങളിൽ കാണിച്ച ആ നിർലോഭമായ ഉദാരത, അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ അദ്ദേഹം അദ്ദേഹം തന്നെ ആ പൂജാഗിരിയിൽ അവിടെ ഗിബയോനിൽ 1000 ബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നിസ്സാരമായ ഇൻഫർമേഷൻ അല്ല. എന്താണ് അതിൻ്റെ ഫലം? ആ 1000 ദഹനബലി അർപ്പിച്ച സ്ഥലത്ത് ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷനായി. നമ്മൾ വിശുദ്ധ കുർബാനയിൽ എന്നും പങ്കെടുക്കുമ്പോൾ, ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത്, ഞാൻ 1000കണക്കിന് കുർബാനകളിൽ പങ്കെടുത്തു, എനിക്കെന്താണ് ലഭിക്കുന്നത് എന്നൊരാൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സോളമന് പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ ദൈവത്തെ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ്
പരിശുദ്ധ കുർബാന അർപ്പണത്തിലുള്ള പങ്കുചേരൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുസ് മുഴുവൻ കുർബാന സ്വീകരിച്ചാൽ അത് നമുക്ക് നമ്മുടെ ആത്മാവിന് ഈ ഭൂമിയിൽ കൈവരിക്കാൻ കഴിയുന്ന നേട്ടങ്ങളിൽ വലിയൊരു നേട്ടമാണ്. നമുക്ക് ഈ ഭൂമിയിൽ ശേഖരിക്കാൻ കഴിയുന്ന വലിയ ഒരു നിക്ഷേപമാണത്. സ്വർഗത്തിനു വേണ്ടി ഒരാൾക്ക് കരുതി വെക്കാവുന്ന വലിയൊരു നിക്ഷേപമാണ്. നമ്മൾ തുടർച്ചയായി എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് തരുന്ന ഒരു നേട്ടം ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന അനുഭവമാണ്. ഞാൻ പല അനുഭവങ്ങളും ഷെയർ ചെയ്തപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇത് വളരെ സത്യസന്ധമായ കാര്യമാണ്. നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ അവിടെ ദൈവം നേരിട്ട് ഇടപെടുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഈ ഗിബെയോനിലെ പൂജാഗിരിയിലേക്ക് ആരാധന വസ്തുക്കൾ മാറ്റിയതിനെക്കുറിച്ച് ബൈബിളിൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ 1 ദിനവൃത്താന്തം 21:29 അത് കാണുന്നത്. അതൊരു ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. 1 ദിനവൃത്താന്തം 21:29 നമ്മൾ കാണുന്നുണ്ട് ഗിബെയോനിലായിരുന്നു ബലിപീഠം കൂടാരമൊക്കെ സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് സോളമൻ അവിടേക്ക് പോകുന്നത്. ഇനി ദൈവം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ സോളമൻ്റെ ഈ ബലിയിൽ നമ്മൾ പഠിക്കേണ്ട രണ്ടാമത്തെ ഒരു പാഠം, ദൈവം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, സോളമൻ, എനിക്ക് നിന്നിൽ വലിയ പ്രസാദമുണ്ട്, നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത്? അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. സമ്പത്ത് ചോദിക്കാം, മഹത്വം ചോദിക്കാം, സൽപ്പേര് ചോദിക്കാം, പ്രശസ്തി ചോദിക്കാം. പക്ഷെ ആ ചെറുപ്പക്കാരൻ വളരെ വിവേകത്തോടു കൂടി ചോദിച്ചത്, ദൈവമേ, എനിക്ക് നിന്നെ ശ്രവിക്കുന്ന ഒരു ഹൃദയം തരണമേ എന്നാണ്. നിന്നെ കേൾക്കാൻ പറ്റുന്ന ഒരു ഹൃദയം, ലിസണിങ് ഹാർട്ട്, വിവേകം, ജ്ഞാനം എനിക്ക് തരണേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അപ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ എന്ത് ചോദിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിൽ ദൈവം നേരിട്ട് ഇറങ്ങി വരുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ ദൈവത്തോട് എന്താണ് ചോദിക്കുന്നത്, എന്താണ് ചോദിക്കേണ്ടത്? സോളമൻ ചോദിച്ചതുപോലെ നമ്മൾ ജ്ഞാനം ചോദിക്കണം, ആലോചന ചോദിക്കണം, ദൈവഭയം ചോദിക്കണം, വിശുദ്ധി ചോദിക്കണം, വിശ്വസ്തത ചോദിക്കണം, ദൈവസ്നേഹം ചോദിക്കണം, എളിമ ചോദിക്കണം, ആഴമായ വിശ്വാസം ചോദിക്കണം, പ്രാർത്ഥനാ വരം ചോദിക്കണം, ആത്മീയ കാര്യങ്ങൾ ചോദിക്കണം. എന്താണത്? അങ്ങനെ ചോദിച്ചാലുള്ള നേട്ടം, ദൈവത്തിനത് പ്രസാദകരമായി മാറി. കർത്താവിന് അത് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, നിനക്ക് ചോദിക്കാമായിരുന്ന ഭൂമിയിലെ പല നേട്ടങ്ങളും ചോദിക്കാതെ നീ ജ്ഞാനം ചോദിച്ചതുകൊണ്ട് ജ്ഞാനം ഞാൻ നിനക്ക് തരുന്നു. ആ കൂട്ടത്തിൽ നീ ചോദിക്കാത്തത് കൂടി ഞാൻ നിനക്ക് തരുന്നു. സോളമന് ദൈവം മഹത്വവും സമ്പത്തും അഭിവൃദ്ധിയും അവൻ ചോദിക്കാത്തത് കൂടി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ ദൈവത്തോട് പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആത്മീയ കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കാതെ തന്നെ ദൈവം തരും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ രാജ്യവും എൻ്റെ നീതിയും അന്വേഷിച്ചാൽ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നമ്മൾ സോളമൻ്റെ ആദ്യത്തെ ബലിയാണ് ഈ 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഇനി നമ്മൾ കാണുന്നത് സോളമൻ ജീവിതത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് ദേവാലയം പണിത് കഴിയുമ്പോൾ അദ്ദേഹം ഒരു ബലി അർപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിലാണ്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൽ സോളമൻ്റെ ആ ബലിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന് 1-ാമത്തെ വാക്യം എങ്ങനെയാണ്? സോളമൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹനബലി വസ്തുവും മറ്റു വസ്തുക്കളും ദഹിപ്പിച്ചു. അതായത് സോളമൻ്റെ ആ ബലി അത്രയും തീക്ഷ്ണതയുള്ള ബലി ആയിരുന്നതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയാണ് ആ ബലിപീഠത്തിലെ ബലിവസ്തുക്കളെ ദഹിപ്പിക്കുന്നത്. ഇനി 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 4-ാമത്തെ വാക്യം 4-5. തുടർന്ന് രാജാവും ജനവും ചേർന്ന് കർത്താവിന് ബലിയർപ്പിച്ചു. സോളമൻ രാജാവ് 20,000 കാളകളെയും 1,20,000 ആടുകളെയും ബലിയർപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബലിയർപ്പിക്കുന്ന കാര്യം വരുമ്പോൾ സോളമൻ ധാരാളിത്തമുള്ള ആളായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയും
ഒരു ഉദാരതയോടുകൂടി ഈ ബലി അർപ്പിച്ച് കഴിയുമ്പോൾ വീണ്ടും കർത്താവ് സോളമന് പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മൾ ഈ സോളമൻ്റെ ബലിയിൽ 2 ഭാഗത്തും, തുടക്കത്തിലും അതുപോലെ ഈ ഭാഗത്തും നമ്മൾ കണ്ടത് ഇതാണ്. സോളമൻ ബലിയർപ്പിച്ച് കഴിയുമ്പോൾ കർത്താവ് പ്രത്യക്ഷനാവുകയാണ്. അങ്ങനെ ദേവാലയം പണിത് ബലിയർപ്പിക്കുന്ന സോളമൻ്റെ ജീവിതത്തിലേക്ക് ആ അഗ്നി ഇറങ്ങി, ദൈവസാന്നിധ്യം ഇറങ്ങി വെളിപ്പെടുന്ന വലിയ ഒരു അത്ഭുതകരമായ ഇടപെടലാണ് നമ്മൾ കാണുന്നത്. നമുക്കെന്താണ് ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട പാഠം? നമ്മൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു തീക്ഷ്ണതയാണ് സോളമൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നിസ്സാരമായിട്ട് കാഷ്വലായിട്ട് ഒരു ചടങ്ങിന് പോയി കുർബാനയിൽ പങ്കെടുത്ത് വരുന്ന ഒരു രീതിയല്ല സോളമനിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം അതിന് നല്ല വില കൊടുക്കുകയാണ്. അത് ദാവീദ് അദ്ദേഹത്തിന് കൊടുത്ത മാതൃക ആ മകൻ അതുപോലെ അക്ഷരം പ്രതി പിന്തുടരുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് ദൈവം കൊടുത്ത മഹത്വം, ജ്ഞാനം, സമ്പത്ത് ഒക്കെ നമുക്ക് ബൈബിളിൽ നിന്ന് വായിച്ചറിയാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഓരോ ബലിയർപ്പിക്കാൻ ഓരോ ദിവസവും പോകുമ്പോൾ അത്രയും തീക്ഷ്ണതയിൽ, ഉദാരതയിൽ, അതുപോലെ അത് ദൈവത്തിന് അത്രയും പ്രസാദകരമായ ദൈവം ഇറങ്ങി വരുന്നൊരു സമയമാണ് എന്ന് കണ്ട് ആ തീക്ഷ്ണതയിൽ ബലിയർപ്പിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് അഭ്യസിക്കേണ്ട പുണ്യം പ്രത്യാശയാണ്. പ്രത്യാശ. അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ ഭൂമിയിലെ പ്രത്യാശയില്ലാത്ത മറ്റ് മനുഷ്യരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. നമ്മുടെ ജീവിതത്തിലെ വിഷമവും തകർച്ചയും വേദനയും നമ്മളെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ലോകത്തുള്ള മറ്റു മനുഷ്യർ ചെയ്യുന്നത് പോലെ നമ്മൾ പ്രത്യാശയില്ലാത്തവരെ പോലെ പെരുമാറരുത്. നമുക്ക് പ്രത്യാശയുണ്ട്. വി ഹാവ് എ ഹോപ്പ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശയുള്ളത് കൊണ്ട് നമുക്ക് നിരാശയില്ല. അപ്പോൾ ഒഴിവാക്കേണ്ട തിന്മ ഡെസ്പെയറാണ്, നിരാശയാണ്. ഇച്ഛാഭംഗം, നിരാശ, പ്രത്യാശയില്ലായ്മ. ഇനി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ ഞാനൊരു പ്രത്യേക പ്രാർത്ഥന പറയുന്നതിന് പകരം ഏതെങ്കിലും ഒരു 5 സങ്കീർത്തനം ദിവസത്തിൻ്റെ പല ഭാഗങ്ങളിലെ ഓരോ സങ്കീർത്തനം വെച്ച് സമയം കിട്ടുമ്പോൾ ഒരു സങ്കീർത്തനം വെച്ച് 5 സങ്കീർത്തനം ഇന്നുറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വായിച്ച് അത് പ്രാർത്ഥനയാക്കി കാഴ്ചവെക്കുക. ടാസ്ക് ഇതാണ്: മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ ബോധപൂർവം പറയാൻ ഇന്ന് ശ്രമിക്കുക. അവർക്ക് അഭിനന്ദനം കൊടുക്കുന്ന, പ്രോത്സാഹനം കൊടുക്കുന്ന, എൻകറേജ് ചെയ്യുന്ന വാക്കുകൾ പറയാൻ ബോധപൂർവ്വം ശ്രമിക്കുക. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ 16-ാമത്തെ ദിവസം നമ്മുടെ ചിന്തകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ ഈ ദാവീദും സോളമനും ഒക്കെ ബലിയർപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ. ഒരു ചോദ്യം കൂടി ഇതിനോട് ചേർത്ത് ചോദിക്കാനുണ്ട്. സത്യത്തിൽ എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കാൻ ബലിയർപ്പിക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുന്നത്? വൈ സാക്രിഫൈസ്? വേറെ ഏതെല്ലാം രീതികളുണ്ട് ആരാധിക്കാൻ. ബലിയർപ്പിക്കണമെന്ന് തന്നെ പറയാനും, അല്ലെങ്കിൽ മനുഷ്യൻ ആരംഭകാലം മുതൽ തന്നെ ദൈവാരാധനയ്ക്ക് ബലി എന്നൊരു സങ്കല്പം രൂപപ്പെട്ടത് എങ്ങനെയാണ്? അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ധാരണകൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, എന്തുകൊണ്ട് ബലി എന്ന ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഉത്തരം, എല്ലാ പാപത്തിനും സ്വയം പ്രസാദിപ്പിക്കുന്ന ഒരു തലമുണ്ട്. ഓരോ പാപത്തിലും നമ്മളെ സന്തോഷിപ്പിക്കുകയാണ്. എവ്രി സിൻ ഈസ് സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ. അതൊരു സന്തോഷം, തനിക്ക് തന്നെ ഒരാനന്ദം ഓരോ പാപത്തിലും ഒരാൾ കണ്ടെത്തുന്നുണ്ട്. ഒരാൾ തന്നിലേക്ക് തന്നെ തിരിയുകയാണ്. ടേണിങ് ഇൻ ടു വൺ സെൽഫ്. ഒരാൾ സ്വാർത്ഥതയുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതിൻ്റെ പേരാണ് പാപം. ബലി എന്ന് പറഞ്ഞാൽ എന്താണ്? ബലി ടേക്കിംഗ് സംതിങ് വാല്യുബിൾ ഫ്രം വൺ സെൽഫ്. ഒരാളിൽ നിന്ന് വിലപ്പെട്ടതെന്തോ അയാൾ എടുക്കുകയാണ്, എടുത്ത് നിവേദിക്കുകയാണ്. അയാൾക്ക് വാല്യുബിളായ എന്തോ ഒന്നെടുത്ത് അയാൾ ബലിപീഠത്തിലേക്ക് വെക്കുകയാണ്. അത് അയാളുടെ ധാന്യമാവാം, ആടിനെ ആവാം, കാളയെ ആവാം, ഇനി അയാളെ തന്നെ ആവാം, അയാൾക്ക് വിലപ്പെട്ടത് എന്തും ആവാം. ബലിയർപ്പിക്കുക എന്ന് പറയുമ്പോൾ യു ആർ ടേക്കിംഗ് സംതിങ് ഔട്ട് ഓഫ് യു. അപ്പോൾ അത് പാപത്തിന് ഏറ്റവും ഉത്തമമായ പരിഹാരമാണ് ബലി. എന്തുകൊണ്ട് കാര്യം? പാപം ഒരാൾ അവനവനിലേക്ക് തന്നെ തിരിഞ്ഞതാണ്. ബലി എന്ന് പറയുന്നത് ഒരാൾ തന്നിൽ നിന്ന് എന്തോ എടുത്ത് ദൈവത്തിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് സാക്രിഫൈസ് ഓൾവേസ് ഹാസ് എ
റിപ്പയറിങ് എലമെൻറ്റ്. ഒരാൾ തന്നോട് തന്നെ മരിക്കുന്നതിൻ്റെ പ്രതീകമാണ് ബലിയർപ്പിക്കുക എന്നുള്ളത്. സത്യത്തിൽ നമ്മൾ തന്നെ മരിക്കേണ്ടതാണ്. അതിന് പകരമാണ് ഈ ആട് കൊല്ലപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ കാള കൊല്ലപ്പെടുന്നത്. അതിന് പകരമാണ് ഈ ധാന്യം ബലിയർപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മിലേക്ക് തിരിഞ്ഞതിന് ഒരാൾ നമ്മിൽ നിന്ന് വിലപ്പെട്ടതെടുത്ത് തന്നോട് തന്നെ മരിക്കുന്നതിൻ്റെ പ്രതീകമാണ് ബലി. അപ്പോൾ ആ ബലിയർപ്പണം യഥാർത്ഥത്തിൽ ഇറ്റ് കോസ്റ്റ്, അത് നമുക്കെന്തോ വിലപ്പെട്ടത് നമ്മളിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ദാവീദൊക്കെ പറഞ്ഞത്, എനിക്ക് ഛേദമില്ലാത്ത വിലയില്ലാത്ത ബലി ഞാൻ അർപ്പിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ബൈബിളിലെ ആരാധനകളെല്ലാം തന്നെ ബലിയർപ്പണങ്ങളാണ്. അത് കായേനും ആബേലും ആവട്ടെ, അബ്രഹാം ആവട്ടെ, നോഹയാവട്ടെ, യാക്കോബാവട്ടെ, മോശയാവട്ടെ, ദാവീദാവട്ടെ, സോളമനാവട്ടെ, ഇവരെല്ലാം ബലിയർപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു തലം കുർബാനയിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരണം. ഇപ്പോൾ ചില കുർബാനകൾ പെട്ടെന്ന് തീരും, ചില കുർബാനകൾ അല്പം സമയമെടുക്കും. എല്ലാ ദിവസവും കുർബാനയിൽ പോയി പ്രത്യേകിച്ച് നിന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു വേദനയുടെ തലം ഉണ്ട്. കൈയുടെ വേദന, കാലിൻ്റെ വേദന, നടുവിൻ്റെ വേദന, പിന്നെ പള്ളിയിലേക്ക് പോകാനെടുക്കുന്ന ആ യാത്ര, രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ത്യാഗം. അപ്പോൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഈ ഒരു കണ്ണിലൂടെ വേണം കാണാൻ. ഞാൻ എൻ്റെ പാപത്തിന് പരിഹാരം അനുഷ്ഠിക്കുന്ന, എൻ്റെ സന്തോഷങ്ങളിലേക്ക് തിരിഞ്ഞ ഞാൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് സമർപ്പിക്കുന്ന ഒരു ത്യാഗത്തിൻ്റെ തലം കൂടി ബലിക്കുണ്ട് എന്ന് ഓർക്കാൻ കൂടി ഈ ദിവസം, സോളമൻ്റെ ബലിയെക്കുറിച്ച് ചിന്തിച്ച ഈ ദിവസം, അങ്ങനെ ഒരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ദിവസം അനുഗ്രഹത്തോടെ നമ്മുടെ ഈ 40 ദിന പ്രാർത്ഥനയിലെ 16-ാമത്തെ ദിവസം ഒത്തിരി അനുഗ്രഹത്തോടെ ജീവിക്കാൻ കഴിയട്ടെ, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലുമൊക്കെ മടുത്ത് പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരണം. നമുക്ക് ആരാധനയിൽ അതിന് വേണ്ട ആശീർവാദം പ്രാപിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരാധനയിലേക്ക് കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാൻ അവസരം തരുമ്പോൾ, ദൈവത്തെ തേടാൻ കൃപ തരുമ്പോൾ, ആത്മീയ കാര്യങ്ങൾ ആവശ്യപ്പെടാൻ, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ദാഹിക്കാനുള്ള ഒരു കൃപ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഈ ലോകത്തെക്കാളും ദൈവത്തെ വിലമതിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഈ ലോക വസ്തുക്കളെ ആഗ്രഹിക്കുന്നതിന് പകരം കർത്താവ് തരുന്ന ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പൗലോസ് അപ്പോസ്തലൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടി വലിയ ആഗ്രഹം ഉണ്ടാവാൻ കർത്താവെ, ഈ സമയത്ത് ഞങ്ങൾ അങ്ങയോട് കൃപ യാചിക്കുകയാണ്. സ്വർഗത്തെ നോക്കി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വിലയില്ലാത്ത കാര്യങ്ങൾക്ക് കർത്താവെ, ഞങ്ങളുടെ ശ്രദ്ധ കൊടുക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം ഏറ്റവും അമൂല്യമായ നിധി കണ്ടെത്താനുള്ള ഒരു ശ്രമമാക്കി മാറ്റണമേ. കർത്താവെ, ഇന്ന് ഈ ആശീർവാദം അവിടുന്ന് നൽകുമ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ദൈവമായ കർത്താവെ ഈ ലോകത്തിനു വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ കർത്താവെ, ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടാൻ, ആത്മീയ അന്ധത മാറാൻ ഈ സമയത്ത് കർത്താവ് ശക്തമായ ഒരനുഗ്രഹം നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. കാരുണ്യവാനായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറന്നു തരട്ടെ. ഈ ലോകത്തിൻ്റെ ദേവൻ അന്ധമാക്കിയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഈ ലോകത്തിലേക്ക് മാത്രം ശ്രദ്ധ വച്ചിരിക്കുന്ന ഹൃദയത്തിൻ്റെ എല്ലാ ഏകാഗ്രതയ്ക്കുള്ള തടസ്സങ്ങളും മാറി കർത്താവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയട്ടെ. ഈ ലോകം വിഭജിക്കപ്പെട്ടു പോയ ഒരു മനസ്സോടെ ജീവിക്കാൻ നിങ്ങളെ മാടി വിളിക്കുമ്പോൾ കർത്താവിലേക്ക് മടങ്ങി വരാൻ, ദൈവത്തിലേക്ക് തിരിയാൻ കർത്താവിൻ്റെ കൃപ നിങ്ങളെ സഹായിക്കട്ടെ. ഈശോ മിശിഹായുടെ അനന്തമായ വിലയേറിയ ശരീരത്തിൻ്റെ യോഗ്യതകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.